കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന നാടൻ പൊടിമരുന്ന്. കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ ശേഷിക്കും ദേഹബലത്തിനും ശരീരപുഷ്ടിക്കും ഉണർവിനും ഉന്മേഷത്തിനും വേണ്ടിയാണ് ഈ മരുന്ന് കഴിക്കുന്നത്. ഇത് പലയിടങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. കാണിക്കാം. മരുന്നിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ: അമുക്കുരം, അയമോദകം, ഞവരേരി, ആജാളി, ചുക്ക്, ജീരകം, ഉലുവ, ചതൂപ്പ, മുന്തിരി, ബദാം, കസ്കസ്, വാൾനട്ട്, തേറ്റാങ്കുരു, പിന്നെ വെല്ലം അല്ലെങ്കിൽ ശർക്കര, എള്ള് മുതലായവയാണ്. ഇത് പാകം ചെയ്യുന്നതിന് എണ്ണ, പശുവിൻ നെയ്യ് എന്നിവ ഉപയോഗിക്കുന്നു. ആദ്യം തന്നെ എല്ലാ ധാന്യങ്ങളും വറുത്ത് പൊടിക്കുക. ശർക്കരപ്പാവ് കാച്ചുക. ഇതിലേക്ക് പശുവിൻ നെയ്യും എള്ളെണ്ണയും ഒഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നൂൽപ്പരുവ് ആകുമ്പോൾ വറുത്ത് വെച്ച പൊടികൾ ഇട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കട്ടകെട്ടാതെ. അടുപ്പിന്ന് വാങ്ങി അതിൽ വേണമെങ്കിൽ ഉരുളകളാക്കി ഭരണിയിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പൊടി രൂപത്തിലും തന്നെ കഴിക്കാം. ഈ മരുന്ന് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ചില പ്രത്യേക ചികിത്സാ രീതികൾ കേരളീയ ആയുർവേദ ചികിത്സയിലുണ്ട്. അതിലൊന്ന് കർക്കിടകത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സുഖചികിത്സയാണ് എണ്ണ തേച്ച് കുളി. രക്തയോട്ടത്തിലുണ്ടാകുന്ന കുറവ്, പേശികൾക്കും എല്ലുകൾക്കും സംഭവിക്കുന്ന രൂപമാറ്റങ്ങൾ, സ്ഥാനഭ്രംശങ്ങൾ, നാഡികൾക്കുണ്ടാവുന്ന തളർച്ച, ശരീരക്ഷീണം തുടങ്ങിയവ പരിഹരിക്കാൻ എണ്ണ തേച്ചുള്ള കുളി ഉത്തമമാണ്. പിന്നെ വരുന്ന പരമ്പരാഗത ഔഷധ കഞ്ഞിയായ കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക ചികിത്സാകാലത്ത് ഒരു പ്രധാന ഭക്ഷണമാണിത്. ഔഷധ സസ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ധാന്യങ്ങൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് പോഷകാഹാരവും ചികിത്സാ ഭക്ഷണവുമാകുന്നു. കർക്കിടക കഞ്ഞി അതിൻ്റെ ദഹന ഗുണങ്ങൾക്കും വിഷാംശമില്ലാതാക്കുന്ന ഗുണങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള കഴിവിനും പേരുകേട്ടതാണ്. ശരീരത്തിന്റെ രോഗശാന്തി പ്രക്രിയയെ പിന്തുണക്കുന്നതിനും ആയുർവേദ ചികിത്സകളുടെ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മൺസൂൺ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി ഇത് വളരെ ശുപാർശ ചെയ്യപ്പെടുന്നു. കേരളത്തിലെ കർക്കിടക ചികിത്സ വെറും ഒരു ചികിത്സയല്ല, ആയുർവേദത്തിന്റെ ജ്ഞാനത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു കാലാകാല പാരമ്പര്യമാണിത്. മഴക്കാലത്ത് ഈ പുരാതന സമ്പ്രദായം അനുഭവിച്ചറിയുന്നത് ആരോഗ്യം, ചൈതന്യം, ഐക്യം എന്നിവയിലേക്കുള്ള ഒരു പരിവർത്തന യാത്ര പ്രദാനം ചെയ്യുന്നു. My father told me I was born to run. Long way from home, he never doubt peace, son. Don't call me back until your dreams come true. But I pray for you, be always by your side.